ഞായറാഴ്ച തന്നെ അതിരാവിലെ വന്ന് ഒരുത്തൻ മനുഷ്യനെ വിളിച്ചു പൊക്കി ബൈക്കും എടുത്ത് നേരെ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അളിയമായോ നമുക്കൊരു അടിപൊളി ഡെസ്റ്റിനേഷനിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പൊ പോണ റൂട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം പിടി കിട്ടി. കാരണം നമ്മൾ കോതമംഗലം ഡയറക്ഷനിലേക്ക് പോയത്. അപ്പൊ നിങ്ങൾക്കും പിടി കിട്ടി കാണുമല്ലോ. മഴക്കാലമായാലും അല്ലെങ്കിലും ട്രാവലേഴ്സിന്റെ ഒരു ഇഷ്ട ഡെസ്റ്റിനേഷൻ തന്നെയാണ് മാമലകണ്ട. അപ്പൊ മാമലകണ്ടത്തേക്ക് പോകാനുള്ള ഈ ഫസ്റ്റ് സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നിർത്തുന്ന ഒരു സ്ഥലമാട്ടെ ഈ ബ്രിഡ്ജ്. ഇത് ഇവിടുത്തെ കുറേ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾ മാമലകണ്ടത്തിലേക്കുള്ള ആ ഒരു ട്രാവൽ കണ്ടിന്യൂ ചെയ്ത് കുറച്ചൊരു ചെറിയ മഴയൊക്കെ കിട്ടിയപ്പോൾ തന്നെ സംഭവം വൈബായിട്ടോ. കാരണം ഈ കാടിനുള്ളിൽ കൂടെ ചെറിയ മഴയൊക്കെ കൊണ്ട് ബൈക്ക് ഓടിച്ച് എൻജോയ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ്. എപ്പോൾ വന്നാലും ഈ കാഴ്ചകൾ നമുക്ക് ഭയങ്കര സൂത്തിങ് ആണ്, ഭയങ്കര എൻജോയ്മെന്റ് തരുന്ന ഒരു കാഴ്ചയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയേക്കണം. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിങ്ങനെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് ആ ഒരു വെള്ളത്തിൽ കൂടെ ഇറങ്ങുന്ന ഒരു ഡിപ്പ് ഉണ്ടല്ലോ, അത് പ്രതീക്ഷിച്ച് പോയപ്പോൾ ചെറിയൊരു വിഷമമായിപ്പോയി. കാരണം അവിടെ പാലം പണിതുകൊണ്ട് ട്രാവൽ ഈസിയാണ്. പക്ഷെ ആ ഒരു ഡിപ്പ് അത് മാമലകണ്ടത്തിൻ്റെ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഏരിയയിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ചില്ല് ചെയ്ത് ആ നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്യാം. മാമലകണ്ടത്ത് പറയുമ്പോൾ എന്താ അവിടെ ഉള്ളതെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വേറെ ഒന്നുമില്ല. ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി അതാണ്. ആ നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം. അവിടെ നിന്ന് നേരെ പോയാൽ നല്ല ചൂടോടെ കപ്പയും ബീഫും ബിരിയാണിയും കിട്ടുന്ന ഈ ആനക്കടയിലെത്തും. ആനക്കടയിൽ പോയിട്ട് നമ്മളിത് എപ്പോഴും കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കപ്പയും ബീഫും ബിരിയാണി. രണ്ടും നല്ല നൊസ്റ്റു വരുന്ന ഫീലുള്ള ഐറ്റമാണ്. കാരണം ഈ ബിരിയാണി എന്ന് പറയുന്നത് നമ്മളിവിടെ ഇപ്പോൾ എറണാകുളം സൈഡിൽ അല്ലെങ്കിൽ കൊച്ചി സൈഡിലൊക്കെ കിട്ടുന്ന ലേറ്റസ്റ്റ് വെറൈറ്റി ഓഫ് ബിരിയാണി അല്ല, പണ്ടത്തെ സാധാ ബിരിയാണി. പക്ഷേ ഒരു ഒടുക്കത്തെ ടേസ്റ്റ് ആ സാധനത്തിന്. കപ്പയ്ക്കും ബീഫാണെങ്കിലും പൊളി. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മേളിലോട്ട് നോക്കിയപ്പോൾ അടുത്തൊരു മയക്കുള്ള കോള് കാണുന്നുണ്ട്. അപ്പോൾ ജാക്കറ്റ് ഒന്നും ഇടാണ്ട് ഞങ്ങൾ നേരെ റൈഡ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ പിന്നെ പോയത് കുട്ടമ്പുഴ ജംഗ്ഷനിൽ നിന്ന് യൂ ടേൺ എടുത്തിട്ട് ഈ ഒരു ബ്രിഡ്ജ് കഴിയുമ്പോൾ തന്നെ റൈറ്റ് പോകുമ്പോഴാണ് നമ്മുടെ പൂയംകുട്ടിയിൽ പോകുന്നവർ എന്തായാലും ഈ ഒരു കാഴ്ച മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഈ ഒരു ജീപ്പ് അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു വള്ളത്തിലാണ്. പക്ഷെ വള്ളമാണെങ്കിലോ കരയ്ക്ക് അടുക്കത്തുമില്ല. നമ്മൾ കരയിൽ നിന്ന് ഇത് സംഭവം വെള്ളത്തിൽ കൂടെ ഓടിച്ചിട്ടാണ് ഈ വള്ളത്തിലോട്ട് കയറ്റുന്നത്. ജീപ്പിന്റെ ആ ഒരു കേപ്പബിലിറ്റി അത് നമുക്ക് എപ്പോഴും അതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതൊരു വെറൈറ്റി സീനാണ്. ഇവിടെ നിന്ന് ഈ ജീപ്പും ആൾക്കാരെയും കയറ്റി വള്ളം നേരെ പുഴയുടെ സൈഡിലേക്ക് പോയിട്ട് അവിടെ ഒരു വടം കെട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ആ വടം വെച്ചിട്ടാണ് വലിച്ച് ഇവർ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. അതൊരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ പോയത് പുലിമുരുകൻ ഷൂട്ട് ചെയ്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. നമ്മുടെ ലാലേട്ടൻ തിമിർത്തിയ ആറാടിയ പുലിമുരുകൻ ആ ഒരു വ്യൂ കാണാൻ എന്നും നമുക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ അവിടുത്തെ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. അവിടെ പോയി കണ്ട ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ഈ വെള്ളമൊക്കെ നിറഞ്ഞിടക്കുന്ന ഈ സമയത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. അപ്പോൾ ഞാൻ പറയണമെങ്കിൽ നിങ്ങളും ഇടയ്ക്കൊക്കെ ഇതേപോലത്തെ നല്ല നല്ല ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ബൈക്കായിട്ടോ കാറായിട്ടോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഒന്ന് അടിച്ചു പൊളിച്ചൊരു ട്രിപ്പൊക്കെ പോയി വായോ. സംഭവം ഒരു പ്രത്യേക ഫീലാണെന്നേ. അത് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു നേച്ചറും എൻജോയ് ചെയ്ത് നമ്മൾ കുറച്ചങ്ങോട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആവും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നു കുട്ടമ്പുഴ കഴിഞ്ഞ് കോതമംഗലം റൂട്ടിൽ ഈ ചായക്കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ നല്ല വീഡിയോസിനായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യും.